ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ജനറൽ എക്സെപ്ഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് നോക്കാം. നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഓരോ വ്യക്തിയും അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവവും ഭവിഷ്യത്തും എല്ലാത്തിനെ പറ്റിയിട്ടും ബോധവാനാണ്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവൻ മാത്രമായിരിക്കും റെസ്പോൺസിബിളായിട്ടുള്ളത്. അവൻ ചെയ്യുന്ന പ്രവൃത്തി ഒരു കുറ്റകരമായ പ്രവൃത്തിയാണെങ്കിൽ അതിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിയമത്തിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസിനെ പറ്റിയിട്ടാണ് ഈ ജനറൽ എക്സെപ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ജനറൽ എക്സെപ്ഷൻസ് IPCയിലും അതേപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയിലും പറയുന്നുണ്ട്. IPCയിലാണെങ്കിൽ ചാപ്റ്റർ 4 സെക്ഷൻസ് 76 to 106ലും അതേപോലെ തന്നെ BNSലാണെങ്കിൽ സെക്ഷൻ 14 to 44ലുമാണ് പറയുന്നത്. എല്ലാ ജനറൽ എക്സെപ്ഷൻസിനെ പറ്റിയിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഓരോന്ന് ഓരോ ദിവസവും നോക്കാം, അതായിരിക്കും നല്ലത്. ആദ്യത്തെ ജനറൽ എക്സെപ്ഷൻ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. അത് എവിടെയാണ് പറയുന്നത് വെച്ചാൽ IPCയിലാണെങ്കിൽ സെക്ഷൻ 76ലും 79ലും അതേപോലെ തന്നെ BNSലാണെങ്കിൽ സെക്ഷൻ 14ലും സെക്ഷൻ 17ലുമാണ്. ഇനി സെക്ഷൻ 76 ഓഫ് IPC അല്ലെങ്കിൽ സെക്ഷൻ 14 ഓഫ് BNS എന്താണെന്ന് നോക്കാം. അതിൽ പറയുന്നത് ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ബൗണ്ട് ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ബൗണ്ട് ബൈ ലോ. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ എ പേഴ്സൺ ഹൂ ഈസ് ഓർ ഹൂ ബൈ റീസൺ ഓഫ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആൻഡ് നോട്ട് ബൈ റീസൺ ഓഫ് എ മിസ്റ്റേക്ക് ഓഫ് ലോ ഇൻ ഗുഡ് ഫെയ്ത്ത് ബിലീവ് ഹിംസെൽഫ് ടു ബി ബൗണ്ട് ബൈ ലോ ടു ഡു ഇറ്റ്. അതിൻ്റെ മലയാള എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അവൻ വിശ്വസിക്കുകയാണ്, അതായത് നിയമം അവനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ അവൻ ആ ഒരു വിശ്വാസത്തിലാണ് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ അതൊരിക്കലും ഒരു കുറ്റകരമാവത്തില്ല. നിയമത്തിൻ്റെ ആണെങ്കിൽ അതൊരു തെറ്റല്ല. ഒരു ഉദാഹരണം നോക്കാം. എ സോൾജർ ഫയേഴ്സ് ഓൺ എ മോബ് ബൈ ദ ഓർഡർ ഓഫ് ഹിസ് സുപ്പീരിയർ ഓഫീസർ ഇൻ കൺഫോമിറ്റി വിത്ത് ദ കമാൻഡ്സ് ഓഫ് ദ ലോ. എ ഹാസ് കമ്മിറ്റഡ് നോ ഒഫൻസ്. എ എന്ന ഒരു സോൾജർ അവൻ്റെ സുപ്പീരിയർ ഓഫീസറിൻ്റെ ഉത്തരവ് പാലിക്കാനായിട്ട് ഒരു ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചു. പക്ഷേ അതൊരിക്കലും ഒരിക്കലും ചെയ്യുന്ന ഒരു ഒഫൻസ് അല്ല, ഒരു കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയല്ല. കാര്യം നിയമം എയോട് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രവൃത്തി ചെയ്തത്. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരിക്കലും ഒരു കുറ്റകരമല്ല. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം. സെക്ഷൻ 79 ഓഫ് IPC അല്ലെങ്കിൽ സെക്ഷൻ 17 ഓഫ് BNS. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻ അതാണ്. ഈ രണ്ടിലും പറയുന്നത് ഒരു മാറ്റവും ഇല്ല, രണ്ടും സെയിം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ സെക്ഷനിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ജസ്റ്റിഫൈഡ് ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ജസ്റ്റിഫൈഡ് ബൈ ലോ. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ എ പേഴ്സൺ ഹൂ ഈസ് ജസ്റ്റിഫൈഡ് ബൈ ലോ ഓർ ബൈ റീസൺ ഓഫ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആൻഡ് നോട്ട് ബൈ റീസൺ ഓഫ് എ മിസ്റ്റേക്ക് ഓഫ് ലോ ഇൻ ഗുഡ് ഫെയ്ത്ത് ബിലീവ്സ് ഹിംസെൽഫ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ലോ ഇൻ ഡൂയിങ് ഇറ്റ്. അതായത് ഇവിടെ ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. പക്ഷെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവനത് അറിയുന്നത് ഇതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്ന്. പക്ഷേ എന്നിരുന്നാൽ പോലും അവൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു കുറ്റകരമല്ല. അതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. സെക്ഷൻ 79 ഓഫ് IPC അതേപോലെ തന്നെ സെക്ഷൻ 17 ഓഫ് BNS. ഒരു ഉദാഹരണം നോക്കാം. ഇല്ലുസ്ട്രേഷനിൽ പറയുന്നുണ്ട് A sees Z commit what appears to A to be a murderer. A in exercise to the best of his judgment exerted in good faith of the power which the law gives to all persons of apprehending murderers in the fact seizes Z in order to bring Z before the proper authorities. A has committed no offense though it may turn out that Z was acting in self-defense. A എന്ന് പറയുന്ന വ്യക്തി ഇസഡിനെ കാണുകയാണ്. അതായത് A വിചാരിക്കുകയാണ് ഇസഡ് ഒരു മർഡർ ചെയ്തിട്ട് നിൽക്കുകയാണെന്ന്. നമ്മുടെ A എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഇസഡിനെ പോലീസിൽ ഏൽപ്പിക്കാനായിട്ട് ഇസഡിനെ തടഞ്ഞു വെക്കുകയാണ്. എന്നുവെച്ചാൽ ഇസഡ് ഒരു കൊലപാതകം ചെയ്തു എന്നാണല്ലോ A വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസഡിനെ തടഞ്ഞു വെക്കുകയാണ് പ്രോപ്പർ അതോറിറ്റിയുടെ കയ്യിലേൽപ്പിക്കാനായിട്ട്. പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇസഡ് ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെന്ന്. പക്ഷേ എന്നിരുന്നാൽ പോലും എ
ചെയ്ത പ്രവൃത്തി ഒരിക്കലും ഒരു ഒഫൻസ് അല്ല. എന്തെന്ന് വെച്ചാൽ എ വിചാരിക്കുകയാണ് ഇപ്പം എന്താ പറയുന്നത്, ഒരു കൊലപാതകം ചെയ്തൊരു വ്യക്തിയെ തടഞ്ഞു വെക്കാനുള്ള ഒരു അവകാശമുണ്ട് പ്രോപ്പർ അതോറിറ്റിയുടെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട്. ആ ഒരു അവകാശം തനിക്കുണ്ട് എന്ന വിശ്വാസത്തിലാണ് എ അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എയുടെ പ്രവൃത്തി ഒരിക്കലും ഒരു കുറ്റകരമല്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളെ പറ്റിയിട്ടാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ പറയുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. താങ്ക് യു എവരിവൺ.